ഹലോ. HSIക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5-ലെ മൈക്രോബയോളജി എന്ന ഇതിനകത്ത് ഒരു പ്ലാൻ പാത്തോളജി അല്ലെങ്കിൽ സസ്യരോഗങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സിലബസിൽ പ്ലാൻ പാത്തോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻ പാത്തോളജി, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോസ് ഓഫ് പ്ലാന്റ് ഡിസീസസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ഓൺ ദ ബേസ് ഓഫ് കോസിറ്റിക് ഓർഗാനിസംസ് ആൻഡ് സിംറ്റംസ്, പിന്നെ ട്രാൻസ്മിഷൻ ആൻഡ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്, ക്വാറന്റൈൻ റെഗുലേഷൻസ്, ഡിസീസ് കൺട്രോൾ മെഷേഴ്സ്, പിന്നെ കുറച്ച് ഡിസീസസ് ആണ് ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്, സിട്രസ് കാൻകർ, ബ്ലാസ്റ്റ് ഓഫ് പാഡി, ഇതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് പഠിക്കണം, സിംറ്റംസ്, എറ്റിയോളജി ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കവർ ചെയ്യേണ്ടത്. സസ്യരോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്ലാൻ പാത്തോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് പാത്തോളജി എന്ന് നമ്മൾ പറയും. അപ്പം അല്ലെങ്കിൽ ഫൈറ്റോ പാത്തോളജി എന്നൊക്കെ പല പേരുകളിൽ നമ്മളിത് അറിയപ്പെടും. ഒരു സസ്യത്തിന് ഒരു രോഗമുണ്ടാവുന്നെങ്കിൽ അതിന് ഒരു 4 മേജർ ആസ്പെക്ട്സുകളുണ്ട്. ആ ഒരു പാത്തോളജിക്ക് 4 മേജർ ആസ്പെക്റ്റുകളുണ്ട്. അല്ലെങ്കിൽ താഴെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ക്രോപ്പ് പാത്തോളജിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഒന്നാമതാണ് കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയും എറ്റിയോളജി എന്ന് പറയും. എറ്റിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റഡി ദ കോസ് ഓർ റീസൺസ് ഓഫ് ഡിസീസ്. എന്തുകൊണ്ട്, അതിന് കാരണം, ആ അസുഖം ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളതാണ് എറ്റിയോളജിയിൽ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ച് കൺസേൺ ആണ്. അത് കോസ്റ്റീവ് ഓർഗാനിസംസ് അല്ലെങ്കിൽ നോൺ ലിവിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ്, ഡിസീസ് ഉണ്ടാവാനുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു എറ്റിയോളജി, അതായത് കാരണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും. രണ്ടാമത്തതാണ് രോഗങ്ങൾ ഉണ്ടാകുന്ന സംവിധാനം അല്ലെങ്കിൽ രീതി, പാത്തോജെൻസിസ് എന്ന് പറയും. ദ ആക്ച്വൽ മെക്കാനിസം ഓഫ് ഡിസീസ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇതിനകത്ത് നമ്മൾ കൺസേൺ ചെയ്യുന്നത് എങ്ങനെയാണ് ദ പ്രോസസ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാത്തോജൻ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് എങ്ങനെയാണ് അത് കോളനൈസ് ചെയ്തത്. അപ്പം അത് അവിടെ ഒരു ഹോസ്റ്റ് പാത്തോജൻ ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഒരു വലിയ കോംപ്ലക്സ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സംവിധാനം, ഏത് രീതിയിലാണ് ഒരു അസുഖം ഉണ്ടായത്, അതിനാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സസ്യങ്ങളും രോഗമുണ്ടാക്കുന്ന ഘടനകളും തമ്മിലുള്ള ഇടപെടൽ, അല്ലെങ്കിൽ എപ്പിഡമിയോളജി എന്ന് പറയും. എപ്പിഡമിയോളജി അതായത് ഈ പാത്തോജൻ ദ സ്പ്രെഡ് ഓഫ് പാത്തോജൻ, ദ സ്റ്റഡി ഓഫ് ദ സ്പ്രെഡ് ഓഫ് പാത്തോജൻ വിത്തിൻ ദ ക്രോപ്പ് ഏരിയ. അപ്പോൾ എപ്പിഡമിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എല്ലായിടത്തും അസുഖം പടരുന്ന എല്ലാ ചെടികൾക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം എപ്പിഡമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്തോജൻ എങ്ങനെയാണ് മറ്റ് ക്രോപ്പിനൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. നാലാമത്തെയാണ് രോഗനിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ. അപ്പോൾ ആ രോഗത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് മെത്തേഡ് വെച്ച് നമ്മളതിനെ നിയന്ത്രിക്കുന്നു. എന്തിനു വേണ്ടി? ടു മിനിമൈസ് ദ ലോസ് ഓഫ് ഈൽഡ് ഓഫ് ക്രോപ്പ്. ആ ക്രോപ്പിൻ്റെ ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഉൽപാദനത്തിൻ്റെ ലോസ്, അല്ലെങ്കിൽ മിനിമൈസ് ദ ലോസ് ഇൻ ദ ഈൽഡ് ഓഫ് ക്രോപ്പ്. ആ ക്രോപ്പിൻ്റെ ഈൽഡിൻ്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള നിയന്ത്രണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു പ്ലാൻ പാത്തോളജിയിൽ കവർ ചെയ്യുന്നത്. ഇറ്റിയോളജി കാരണങ്ങൾ, രണ്ടാമത് രോഗങ്ങൾ ഉണ്ടാകുന്ന സംവിധാനം അല്ലെങ്കിൽ രീതി, പാത്തോജൻസിസ്, മൂന്നാമത്തത് സസ്യങ്ങളും രോഗം ഉണ്ടാകുന്ന ഘടനകളും തമ്മിലുള്ള ഇടപെടൽ, എപ്പിഡമോളജി, നാലാമത് നിയന്ത്രണം. ഈ സസ്യങ്ങളിൽ രോഗമുണ്ടാകുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികളെ പാത്തോജൻ എന്ന് പറയുന്നു. പാത്തോജൻ എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളിൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മാത്രമല്ല നിമാറ്റോഡ്, വൈറസ് ഒക്കെ
നമ്മളതിന് പാത്തോജൻ എന്ന പദത്തിലാണ് നമ്മൾ പറയുന്നത്. ഉപാപചയ പ്രക്രിയകളുടെ സാധാരണ പ്രവർത്തനത്തിൽ നിന്ന് ദോഷകരമായ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഒരു സസ്യം രോഗബാധിതയെന്ന് പറയാം. അപ്പം നോർമലി ആ പ്ലാന്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു മെക്കാനിസം, ഒരു മെറ്റബോളിസത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇത് അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ട് ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ ആ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് പറയാം ആ ഒരു പ്ലാന്റ് രോഗബാധിതമെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡിസീസ്ഡ് പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത്, റോബോട്ട് കോച്ച് lay down a series of conditions which must be fulfilled before an organism can be confirmed as the cause of the disease. ഇപ്പോൾ റോബോട്ട് കോച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു സീരീസ് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു. അതായത് ഒരു ഓർഗാനിസംസ് ഒരു ഡിസീസ് കോസിങ് ആണ്, ഒരു സസ്യത്തിന് അല്ലെങ്കിൽ പ്ലാന്റിന് ഡിസീസ് കോസിങ് ആണ്. പ്ലാന്റ് എന്നല്ല, അത് ജനറലായിട്ട് പറഞ്ഞതാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് പ്ലാന്റിന് ഡിസീസ് കോസിങ് ആണ് എന്ന് പറയണമെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് അതിൽ കൂടെ നിൽക്കണം. കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അവസാനം നമുക്ക് കൺഫേം ചെയ്യാം ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം ഈസ് എ പോസിറ്റീവ് ഓർഗാനിസം ഫോർ ദിസ് പർട്ടിക്കുലർ ഡിസീസ്. ഒന്നാമത്തത് ഏതൊക്കെയാണ് പോസ്റ്റുലേറ്റ് നോക്കാം. ദ ഓർഗാനിസം മസ്റ്റ് ബി കൺസിസ്റ്റൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ലിഷൻസ് ഓഫ് ദ ഡിസീസ്. അപ്പം ആ ഒരു ഇപ്പം പ്ലാന്റിൻ്റെ കേസിൽ ആ ഒരു സസ്യത്തിന് ആ ഒരു രോഗം ഉണ്ടായി, ഓക്കെ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആ പാത്തോജൻ്റെ ഒരു കൃത്യമായിട്ട് ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാകണം. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ, അതൊരു പൊട്ടറ്റോയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അതുണ്ടാകുന്ന കോസിറ്റീവ് ഓർഗാനിസം പാത്തോജനാണ് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്, ഒരു ഫംഗസ് ആണ്. അപ്പം ഒരു ചെടിയിൽ ഈ ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് വന്നിട്ട് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഉണ്ടായെന്നിരിക്കുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ പോസ്റ്റിൽ നിന്നത് ദ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോൺ ഇൻ പ്യൂർ കൾച്ചർ ഫ്രീ ഫ്രം ഓൾ ഓർഗാനിസംസ്. അപ്പം ആ പൊട്ടറ്റോയിൽ ഉണ്ടായ നമ്മൾ സസെപ്റ്റബിൾ ആയിട്ടുള്ള ബാക്ടീരിയ, അതായത് ഫംഗസ് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മളൊരു പ്യൂർ കൾച്ചറിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മറ്റ് ഓർഗാനിസംസ് ഒന്നുമില്ല, ഈ ഫൈറ്റോഫ്തോറ മാത്രമേ ഉള്ളൂ, ഓക്കെ. ഇനി മൂന്നാമത്തത് ദ ഓർഗാനിസം ഫ്രം പ്യൂർ കൾച്ചർ must be inoculated to the healthy plant of the same species from which it was originally isolated and must cause the same disease as was originally observed. അപ്പം നമ്മളുടെ ഇപ്പോൾ ഈ ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് പ്യൂർ കൾച്ചറിലിരിക്കുകയാണ്. ഈ പ്യൂർ കൾച്ചറിൽ നിന്ന് ഈ ഫൈറ്റോഫ്തോറേനെ ഒരു ഹെൽത്തി പൊട്ടറ്റോ പ്ലാന്റിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തു, ഓക്കെ. അപ്പോൾ ആ ഹെൽത്തി പ്ലാന്റിലും ആദ്യം ഉണ്ടായ അതേ ലേറ്റ് ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാവണം, ഓക്കെ, ഉണ്ടാവും. The organism must be re-isolated and re-inoculated and must once again cause the original tissues. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹെൽത്തി പ്ലാന്റിലേക്ക് നമ്മൾ വന്നു, അവിടെ ഈ അസുഖം ഉണ്ടായി, അതിൽ നിന്ന് നമ്മൾ അതിനെ ഫംഗസ് നമ്മൾ എടുക്കുന്നു, പ്യൂർ കൾച്ചർ ചെയ്യുന്നു, വേറൊരു ഹെൽത്തി പ്ലാന്റിലേക്ക് പിന്നെ റീഇനോക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ടും ആ സെയിം ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് ആണ് ലേറ്റ് ബ്ലൈറ്റ് പൊട്ടറ്റോയ്ക്ക് ഉള്ള പാത്തോജൻ, ഓക്കെ. അതാണ് കോഴ്സ് പറഞ്ഞ 4 പോസ്റ്റുലേറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസീസ് ട്രയാങ്കിളിനെ കുറിച്ചാണ്, ഓക്കെ. അപ്പം ഒരു അസുഖം, ഒരു പ്ലാന്റിന് ഒരു രോഗം ഉണ്ടാവണമെങ്കിൽ ഈ 3 ക്രൈറ്റീരിയാസ് വേണം. അതായത് ഒരു പാത്തോജൻ വേണം, പിന്നെ ഹോസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തത്, സസെപ്റ്റബിൾ ഹോസ്റ്റ് എന്ന് പറയാം. സസെപ്റ്റബിൾ എന്തെങ്കിലും ഹോസ്റ്റ് ആയ പോരാ, സസെപ്റ്റബിൾ ഹോസ്റ്റ് ആയിരിക്കണം. പിന്നെ എൻവയോൺമെൻറ്റ്, ഫേവറബിൾ എൻവയോൺമെൻറ്റ്, ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് വരുവാണെങ്കിൽ നമുക്ക് നടുക്ക് ആ ഒരു സർക്കിൾ നടുക്കാണ് ഡിസീസ് ഉണ്ടാവും, പ്ലാന്റിന് രോഗം, സസ്യത്തിന് രോഗം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും, ഓക്കെ. അപ്പം പാത്തോജൻ ആയിരിക്കണം. അപ്പം
നമുക്കറിയാം ഈ പാത്തോജൻ എന്ന് പറഞ്ഞാലും പാത്തോജൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഒരു കുറേ പാത്തോജൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വിറുലൻസ് ഉണ്ടാവുള്ളൂ. ഒരു അസുഖം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്തോജൻ, അത്രയും എമൗണ്ട് പാത്തോജൻ പ്ലാന്റിലേക്ക് വേണം. അതുപോലെ തന്നെ സസെപ്റ്റബിൾ ഹോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, സസെപ്റ്റബിളാണ്, അതായത് റെസിസ്റ്റൻ്റ് ഒന്നും ആവില്ല. പാത്തോജൻ വന്ന് ആ ഒരു വിറുലൻസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്റ്റിന് അവിടെ അസുഖം ഉണ്ടാവണം. സസെപ്റ്റബിൾ ഹോസ്റ്റ് വേണം. അതുപോലെ തന്നെ ഫേവറബിൾ എൻവയോൺമെൻറ്റ് വേണം. അതായത് ഇപ്പം ആവശ്യത്തിന് ടെമ്പറേച്ചർ വേണം, മോയിസ്റ്റ് വേണം. ഓക്കെ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുമെങ്കിൽ സിറിയൽ റസ്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഓക്കെ, ഫംഗസ് ഉണ്ടാകുന്ന ഫംഗസിൻ്റെ സ്പോറാണ് അത് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പം ഈ സ്പോറ് ലീഫിലേക്ക് വീണാലും ലീഫിലൊരു മോയിസ്റ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ജെർമിനേറ്റ് ആവുള്ളൂ. അപ്പോൾ ആ മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ ഫേവറബിൾ കണ്ടീഷനാണ്. അല്ലെങ്കിൽ അത് സ്പോർട്സ് അവിടെ ചുമ്മാ ഇരിക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് ഡിസീസ് കോസിങ് രീതിയിലാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സസ്യത്തിന് അസുഖം അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് പാത്തോജൻ വേണം, വിറുലൻ്റ് ആയിട്ടുള്ള പാത്തോജൻ വേണം, പിന്നെ ഫേവറബിൾ എൻവയോൺമെൻറ്റ് വേണം. പാത്തോജന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വേണം, പിന്നെ സസെപ്റ്റബിൾ ഹോസ്റ്റ് വേണം. ഇതിനാണ് നമ്മൾ ഡിസീസ് ട്രയാങ്കിൾ എന്നൊക്കെ പറയും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ് ആണ്. അതായത് സസ്യരോഗങ്ങളെ നമ്മൾ വർഗീകരണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വർഗീകരിക്കാം? ബേസ്ഡ് ഓൺ ദ പാർട്സ് അഫക്റ്റഡ്, അങ്ങനെ ഒരു വർഗീകരിക്കാം. രണ്ടാമത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഒക്യുറൻസ്, അല്ലെങ്കിൽ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ് ബേസ്ഡ് ഓൺ ദ കോസറ്റീവ് ഏജൻറ്റ്സ്, അല്ലെങ്കിൽ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഈ 4 രീതിയിൽ നമുക്ക് സസ്യരോഗങ്ങളെ നമുക്ക് വർഗീകരിക്കാം. ഇപ്പോൾ നമ്മളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് 2 രീതിയെ പറയുന്നുള്ളൂ. ഒന്ന് ദ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ട്രാൻസ്മിഷനും ബേസ്ഡ് ഓൺ ദ കോസൽ ഏജൻറ്റ്സ്. ഈ 2 പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ഓടിച്ചിട്ട് പറയുന്നില്ല. ഒന്നാമത് ബേസ്ഡ് ഓൺ ദ പാർട്സ് അഫക്റ്റഡ്. ഇപ്പോൾ എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള 2 രീതിയിൽ പറയുന്നുണ്ട്. ലോക്കലൈസ്ഡ് ഡിസീസും സിസ്റ്റമിക് ഡിസീസും. സോ ലോക്കലൈസ്ഡ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സസ്യത്തിൻ്റെ ബോഡിയിൽ ഒരു ഡെഫിനറ്റ് പാർട്ടിലായിരിക്കും ആ ഒരു അസുഖം ഉണ്ടാവുക, ആ ഒരു സ്ഥലത്ത് മാത്രം. സിസ്റ്റമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡിയിൽ പ്ലാന്റ് ബോഡിയിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഒക്വറൻസ്. അത് 3 ടൈപ്പ് ഉണ്ട്: എൻഡമിക്, എപ്പിഡമിക്, സ്പൊറാഡിക്. സോ എൻഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അസുഖം നന്നായിട്ട് കാണുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ പർട്ടിക്കുലർ കൺട്രിയിൽ മാത്രം അതിങ്ങനെ നന്നായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ അത് എൻഡമിക് ടു ദാറ്റ് എന്ന് നമ്മൾ പറയും. എന്നാൽ എപ്പിഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വാസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കോവിഡൊക്കെ പോലെ, അല്ലെങ്കിൽ മോർ ദൻ 2 കൺട്രീസിലൊക്കെ ഇതിങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം അതിങ്ങനെ എഫക്റ്റ് ചെയ്ത് അവസാനം ക്രോപ്പിൻ്റെ ഒരു വംശനാശത്തിലേക്ക് വരെ എത്തുന്ന രീതി. ഇപ്പോൾ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ ഞാൻ പറഞ്ഞത് അത് അങ്ങനത്തെ ഒരു ഡിസീസായിരുന്നു, ഒരു എപ്പിഡമിക് ആയിരുന്നു. എല്ലായിടത്തും അതിനെ സ്പ്രെഡ് ചെയ്ത് വരുന്നതായിരുന്നു. പിന്നെ മൂന്നാമത്തെ സ്പൊറാഡിക് ഡിസീസ്. അത് ഒക്കേഷണലി ഒരു ഇറഗുലർ ഇൻ്റർവെൽസ് ആയിട്ടാണ് അത് വരുന്നത്. അതായത് ഒരു ലോ ഫ്രീക്വൻസിയിൽ, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നുമല്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒരു രീതിയിൽ, അങ്ങനെയാണ് നമ്മൾ സ്പൊറാഡിക് ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പോൾ പകരുന്നതോ ആയ രീതി അടിസ്ഥാനമാക്കി സസ്യരോഗങ്ങൾ 3 തരം തിരിക്കാം. ഇതെല്ലാം: ഒന്നാമത്തത് മണ്ണ് വഴി പകരുന്ന രോഗങ്ങൾ, സോയിൽ ബോൺ ഡിസീസ്. 2 വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, എയർ ബോൺ ഡിസീസ്. 3 വിത്ത് വഴി പകരുന്ന രോഗങ്ങൾ, സീഡ് ബോൺ ഡിസീസ്. അപ്പോൾ ഒന്നാമത്തത് മണ്ണ് വഴി പകരുന്ന രോഗങ്ങൾ, സോയിൽ ബോൺ ഡിസീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മണ്ണിൽ കാണുന്ന രോഗകാരികൾ വഴിയാണ് ഇത് പകരുന്നത്. ഇപ്പോൾ രോഗകാരികൾ മണ്ണിൽ നിലനിൽക്കുന്നത് ആക്റ്റീവ് ഫോമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതായത് ഇപ്പം റെസ്റ്റിംഗ് സ്പോർസ്,
മൈസീലിയൽ സ്ട്രാൻഡ്, റൈസോമോർഫസ് എന്നീ വിധത്തിൽ ആയിരിക്കും. ഇവയെല്ലാം വേരിൽ നിന്ന് ആക്രമിക്കുകയും അങ്ങനെ ആദ്യത്തെ സസ്യത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ സോയിലുണ്ടാവുന്ന പാത്തോജൻസ് ആണ്. ഇപ്പം ഈ പാത്തോജൻസ് എങ്ങനെയാണ് മണ്ണിൽ ഇങ്ങനെ ഒരു ആക്റ്റീവ് ഫോമായിട്ട് ഇരിക്കുന്നത്? ഇപ്പം റസ്റ്റിംഗ് സ്പോർസ് ആവാം, മൈസീലിയൽ സ്ട്രാൻഡ്സ് ആവാം, റൈസോമോർഫ്സ്. ആക്ച്വലി റൈസോമോർഫ്സ് എന്ന് വെച്ചാൽ വേര് പോലെ ഇരിക്കുക, ശരിക്കും അത് ഫംഗസിൻ്റെ ഒരു മൈസീലിയാണ് ആക്ച്വലി. അപ്പോൾ ഇതെന്ത് ചെയ്യും? റൂട്ട് സിസ്റ്റത്തിന് ആദ്യം അറ്റാക്ക് ചെയ്തിട്ട് പതുക്കെ ഹോസ്റ്റ് പ്ലാന്റിൽ ഇൻഫെക്റ്റ് ചെയ്യും. അങ്ങനെയാണ് മണ്ണ് വഴി പകരുന്ന രോഗങ്ങൾ, സോയിൽ ബോൺ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ ആക്റ്റീവ് ഫോമിലിരിക്കുക, അവർക്കൊരു ഫേവറബിൾ കണ്ടീഷൻ, ഒരു അനുകൂല സാഹചര്യം വരുമ്പോഴൊക്കെ ആയിരിക്കും അത് ആ സ്പോർസൊക്കെ ജെർമിനേറ്റ് ഇതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്താണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ എയർ ബോൺ ഡിസീസ്. ഇപ്പം രോഗകാരികളായ രേണുക്കൾ, സ്പോർസ്, മറ്റ് ഇൻഫെക്ഷ്യസ് ഭാഗങ്ങൾ കാറ്റ് വഴി വിതരണം ചെയ്യപ്പെടുന്നു. അപ്പം ഈ പാത്തോജൻ അല്ലെങ്കിൽ പാത്തോജൻ്റെ ഇൻഫെക്ഷ്യസ് കാര്യങ്ങൾ, സ്പോർസ് ആവാം അല്ലെങ്കിൽ മറ്റ് പാത്തോജൻ ഇൻഫെക്ഷ്യസ് പാർട്സൊക്കെ വിൻഡ് വഴി ഡിസിമിനേറ്റ് ചെയ്തിട്ട് ഹോസ്റ്റിലേക്ക് എത്തി അസുഖം ഉണ്ടാകുന്നു. സ്പോർസാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സ്പോർട്സിനെ പറയാം. മൂന്നാമതാണ് വിത്ത് വഴി പകരുന്ന രോഗങ്ങൾ. ഇപ്പോൾ വിത്തുകൾക്കും ആതിഥേയ സസ്യത്തിന് മറ്റ് ഭാഗങ്ങൾക്കും ഇടയിൽ സജീവമല്ലാത്തതോ സജീവമായതോ ആയ അവസ്ഥകളിൽ നിലനിൽക്കുന്ന രോഗകാരികൾ മൂലമാകുന്ന രോഗങ്ങൾ. ഇപ്പം ദ ഡിസീസ് കോസ്ഡ് ബൈ സം പാത്തോജൻ. ഇപ്പോൾ സീഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡോർമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് പ്രൊപ്പഗ്യൂൾസ് എന്തെങ്കിലും അവിടെയൊക്കെ ഇരിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന പാത്തോജൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഈ സീഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വർഗീകരണം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോസറ്റീവ് ഏജൻറ്റ്സ്. ഇപ്പം കോസറ്റീവ് ഏജൻറ്റ്സ് ആദ്യം നമ്മൾ പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ചാണ്. ഇപ്പം ഇവിടെ രോഗകാരികളായ സൂക്ഷ്മജീവികൾ വഴിയാണ് ഇവ ഉണ്ടാകുന്നത്. ഒരു സസ്യത്തിൽ നിന്ന് മറ്റൊരു സസ്യത്തിലേക്ക് ഇവ പകരുന്നു. ഇപ്പോൾ ഇൻഫെക്ഷ്യസ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ ആക്രമണത്തിന് ഫലമാകുന്നു. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷ്യസ് ഒരു സൂക്ഷ്മജീവി, ഒരു പാത്തോജൻ ഉണ്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിൽ. അപ്പോൾ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് വഴിയാണ് ഈ അസുഖം സസ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് സ്പ്രെഡാവും അല്ലേ. ഇപ്പം ഒരു സസ്യത്തിൽ നിന്ന് മറ്റൊരു സസ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റു പ്ലാന്റിലേക്ക് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന പാത്തോജൻസിൻ്റെ അറ്റാക്ക് വഴിയാണ്. അതാണ് ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, മൈക്രോപ്ലാസ്മാസ് ആവാം, ആൽഗെ ആവാം, ഫഞ്ചി ആവാം, ഫെനറോഗ്യാംസ് ആവാം, ഫ്ലവറിങ് പ്ലാന്റ് പാരസൈറ്റ്സ് ആവാം, നിമാറ്റോഡ് ആവാം. അല്ല, എന്തുമാത്രമാണ് ചെറിയ പാരസൈറ്റിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ വന്ന് എന്ത് വേണമെങ്കിലും ഇതാവാം, ഇൻഫെക്ഷ്യസ് ഇതാവാം. രണ്ടാമതെന്ന് പറഞ്ഞാൽ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നോൺ പാരസൈറ്റ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്നൊക്കെ പറയാം. ഇവിടെ രോഗങ്ങൾ ഏതെങ്കിലും ജീവികളുമായി ബന്ധമില്ലാത്തതും രോഗബാധിതമായ ഒരു ചെടിയിൽ നിന്ന് ആരോഗ്യകരമായ സസ്യത്തിലേക്ക് പകരാത്തതുമായ രോഗങ്ങൾ ആണിവ. അതായത് ഇവർ ആക്ച്വലി ഒരു സൂക്ഷ്മജീവികളൊന്നുമല്ല, പാത്തോജനൊന്നുമല്ല ഈ അസുഖം ഉണ്ടാകുന്നത്. ഇവർ ആക്ച്വലി അതുകൊണ്ട് തന്നെ ഒരു സ്പ്രെഡിങ് ഒന്നുമല്ല, ഒരു എഫക്റ്റഡ് പ്ലാന്റിൽ നിന്ന് ഒരു ഹെൽത്തി പ്ലാന്റിലേക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല. ചില സ്വതസിദ്ധമായ ഗുണങ്ങളുടെ അഭാവം മണ്ണിനെയും വായുവിനെയും അനുചിതമായ
പാരിസ്ഥിതിക അവസ്ഥ, ദോഷകരമായ മുറിവുകൾ എന്നിവ മൂലമാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന ചില ഫിസിയോളജിക്കൽ, അതായത് ഇപ്പം ധാതുക്കളുടെ ഒരുപാട് മിനറൽസ് കൂടിയാലും പ്രശ്നമാണ്, കുറവാണ് പ്രശ്നമാണ്. അപ്പോൾ എന്തെങ്കിലും വാട്ടർ അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ പൊല്യൂഷൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഒരു മുറിവുണ്ടായി അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ആക്ച്വലി ഇതിനൊരു അസുഖം എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു ഡിസോർഡർ എന്നൊക്കെ പറയാം, ഫിസിയോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാം. രോഗങ്ങളെന്ന് നമ്മൾ പറയുന്നുണ്ട്. അനുകൂലമല്ലാത്ത താപനില, ഇപ്പോൾ ഏതൊക്കെയാണ് കാസസ് അനുകൂലം? ഇപ്പം ടെമ്പറേച്ചർ, ഒരു ഫേവറബിൾ അല്ലാത്ത ടെമ്പറേച്ചർ, അഭികാര്യമല്ലാത്ത മണ്ണിൻ്റെ pH, സോയിലിൻ്റെ pH, സ്യൂട്ടബിൾ അല്ലാത്ത സോയിൽ pH, അന്തരീക്ഷത്തിലെ വിഷവസ്തുക്കളുടെ സാന്നിധ്യം, അറ്റ്മോസ്ഫിയറിലുള്ള പോയിസണസ് ടോക്സിക് കോമ്പൗണ്ട്സ്, ധാതുക്കളുടെ അധികം അല്ലെങ്കിൽ അഭാവം, മിനറൽസിൻ്റെ ഓവർ അല്ലെങ്കിൽ ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്നതും, വെളിച്ചത്തിൻ്റെ അധികം അല്ലെങ്കിൽ അഭാവം, വെളിച്ചം ഒരുപാട് കൂടുതലായാലും കുറവാണെങ്കിൽ പ്രശ്നങ്ങൾ, കീടനാശിനി, വിഷാംശം, അതുപോലെ തന്നെ അനുചിതമായ കാർഷിക രീതികൾ തുടങ്ങിയവ സസ്യങ്ങളിലെ ഫിസിയോളജിക്കൽ ഡിസോർഡറിന് പ്രധാന കാരണങ്ങളാണ്. അപ്പം ഇതുപോലെ തന്നെ ഈ ഒരുപാട് ഹെർബിസൈഡ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പ്ലാന്റിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇതാണ് നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്ന ഇത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുമ്പോൾ സ്റ്റേജസ് ഓഫ് ഡിസീസ് ഡെവലപ്മെൻറ്റ്. ഒരു പ്ലാന്റിന് ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അതിന് പല ഒറ്റയടിക്കൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് പ്ലാന്റ് ഡിസീസസ് സീക്വൻഷ്യൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഒരു സൈക്കിൾ പോലെ, ഡിസീസ് സൈക്കിൾ പോലെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെയാണ് മേജർ സ്റ്റെപ്സ് നോക്കുക. ഒന്നാമതാണ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്ന് വെച്ചാൽ ദ കോണ്ടാക്റ്റിംഗ് ഓഫ് എ പാത്തോജൻ വിതിൻ എ ഹോസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ആ ഒരു പാത്തോജൻ ഹോസ്റ്റുമായിട്ട് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഇനോക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പാത്തോജൻ പ്ലാന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളതിന് ആ ഒരു ഇനിഷ്യൽ എമൗണ്ട് ഓഫ് പാത്തോജൻ അല്ലേ ഹോസ്റ്റിലേക്ക് വരുന്നത്, അതിന് നമ്മൾ ഇനോക്കുലം എന്ന് പറയും. ഇപ്പോൾ ഇനോക്കുലം ആക്ച്വലി ഹെൽത്തി പ്ലാന്റിലേക്ക് വരുന്നത് ഏതെങ്കിലും ട്രാൻസ്പോർട്ടിങ് ഏജൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ വിൻഡ് ആവാം, പല രീതിയിൽ അതിന് ഏജൻറ്റ് വഴി പ്ലാന്റിലേക്ക് എത്തും. അപ്പോൾ ഇത് ആക്ച്വലി 2 സ്റ്റെപ്പ് എന്ന് വേണം പറയാം ഇനോക്കുലേഷൻ എന്ന് പറയുമ്പോൾ. ഒന്ന്, ദ ലാൻഡിങ് ഓഫ് ഇനോക്കുലം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്, ആ സസ്യത്തിലേക്ക് അവിടെ എത്തിപ്പെടുക, പിന്നെ എത്തിയിട്ട് അവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹാച്ച് ചെയ്യുക. അപ്പോൾ സ്പോർട്സൊക്കെയാണ് ജെർമിനേറ്റ് ചെയ്യും, എന്നിട്ട് അത് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പാത്തോജൻ ഹോസ്റ്റിലേക്ക് വന്നു. ഇനി അടുത്ത് എന്താണ്, അവിടെ ഇരുന്നാൽ മതിയോ? പെനിട്രേറ്റ് ചെയ്യണം, ദാറ്റ് ഈസ് എ പെനിട്രേഷൻ, അതായത് എൻട്രി ഓഫ് പാത്തോജൻ ടു ദ ഹോസ്റ്റ് ടിഷ്യൂ, അതാണ് പെനിട്രേഷൻ. അപ്പോൾ പെനിട്രേഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഹോൾസ് വഴിയായിരിക്കും, കട്ട് ഉണ്ടാവും, വൂണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറൽ ഓപ്പണിങ്സ്, ഇപ്പോൾ സ്റ്റൊമാറ്റ, ഹൈഡോതോട്സ്, അങ്ങനെ പ്ലാന്റിന് ചില നാച്ചുറൽ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കൂടെ വഴി ഇത് ഉള്ളിലേക്ക് കയറും. അടുത്തതാണ് ഇൻഫെക്ഷൻ. ഇപ്പം ഉള്ളിലേക്ക് കയറി, അപ്പം പെനിട്രേറ്റഡ് പാത്തോജൻ ഇൻവേഡ്സ് ആൻഡ് കോളനൈസ് ദ ഹോസ്റ്റ് ടിഷ്യൂ ആൻഡ് പ്രൊക്യൂർസ് ന്യൂട്രിയൻസ് ഫ്രം. അപ്പം ഈ ഹോസ്റ്റിലേക്ക് കയറിയിട്ട് അവിടെ കോളനൈസ് ചെയ്ത് സ്പ്രെഡ്, അവിടെയൊക്കെ ഇരുന്ന് കോളനൈസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവരിൽ നിന്ന് ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കും. അപ്പോൾ ഇത് ഇൻ്റർവൽ ബിറ്റ്വീൻ പെനിട്രേഷൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് കോൾഡ് ഇൻഫെക്ഷൻ പീരീഡ് എന്ന് പറയും. അപ്പോൾ ആ ഒരു പെനിട്രേറ്റ് ചെയ്യുന്നതും കയറിയിട്ട് അവിടെ ഇൻഫെക്ഷൻ, ആ ഒരു കോളനൈസ് ചെയ്ത് ഇൻഫെക്ഷൻ ചെയ്യുന്നതും ആ ഒരു ഇൻഫെക്ഷൻ പീരീഡ് എന്ന് നമ്മൾ പറയും. ഇനി ഇനോക്കുലേഷൻ പീരീഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പാത്തോജൻ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് അവിടെ കോളനൈസ് ചെയ്ത് ഫസ്റ്റ് പ്ലാന്റിലുള്ള സിംറ്റംസ്, എന്തെങ്കിലും വല്ല ലീഫ് നെക്രോസിസ് അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകും, ഫസ്റ്റ് വിസിബിൾ സിംറ്റംസ് ഉണ്ടാകുന്ന ആ ഒരു സമയം, അതിനാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തതാണ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പാത്തോജൻ. ഇപ്പോൾ ഇൻഫെക്ഷൻ കഴിയുമ്പോഴത്തേക്കും പാത്തോജൻ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ കുറേ മൾട്ടിപ്പിൾ ആക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് ബോഡി മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് മറ്റ് പ്ലാന്റിനൊക്കെ സ്പ്രെഡ് ചെയ്യാനും നെയ്ബർ ടിഷ്യൂസിനൊക്കെ സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു ഇതാണ്. കാരണം പാത്തോജന് സക്സസ്ഫുള്ളായിട്ട് അവിടെ ഹോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പാത്തോജൻ. നാലാമത്താണ് ഡിസെമിനേഷൻ ഓഫ് ദ പാത്തോജൻ. അതായത് ഇപ്പം ഒരു ഇൻഫെക്റ്റഡ് ഹോസ്റ്റിൽ നിന്ന് ഒരു ഹെൽത്തി നോൺ ഇൻഫെക്റ്റഡ് ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ഡിസെമിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ഇനോക്കുലം ടു ദ സസെപ്റ്റബിൾ ഹോസ്റ്റ്. ചിലപ്പോൾ വിൻഡ് വഴിയാവാം, വെള്ളം വഴിയാവാം, ഏതെങ്കിലും വാട്ടർ വഴിയാവാം, അല്ലെങ്കിൽ മനുഷ്യൻ വഴിയാവാം. അപ്പോൾ ഒരു അസുഖമുള്ളതിൽ നിന്ന് പുറത്ത് അങ്ങോട്ടേക്ക് മാറുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റേജസ് ഓഫ് ഡിസീസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.